ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, കഴിഞ്ഞ മാസം എൻ്റെ ഫ്രണ്ടിന് മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളാണ് അച്ചു. അപ്പോൾ ഞാൻ അവളെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. മാരേജ് കഴിഞ്ഞ് 1 മന്തായി. അതിനുശേഷം എനിക്ക് അവളെയോ അവൾക്ക് എന്നെയോ കാണാൻ പറ്റിയിട്ടില്ല. സോ ഇന്നത്തെ ഡേ ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞ് കാക്ക ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വാവയെ റെഡിയാക്കി കാക്കായുമായിട്ട് ഞാൻ അവളെ കാണാൻ പോവാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നൊരു 15 കിലോമീറ്ററൊക്കെ ഉണ്ട് കേട്ടോ അവളെ വീട്ടിലോട്ട്. എന്തായാലും ഇന്ന് എന്നെ പോയി കളയാമെന്ന് വിചാരിച്ചു. അവളുടെ വീട്ടിലെത്തിയതും അവളെ കണ്ടതുമായിട്ടുള്ള വിഷ്വൽസ് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ചെറിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ കയറാനാണെങ്കിൽ നോക്കിയിട്ടുണ്ടായേ. അപ്പോൾ ഇവിടെ അവൾ ഒറ്റയ്ക്കല്ല, ഇവിടെ അവൾക്ക് ഒരു ഗ്യാങ് തന്നെയുണ്ട്. അപ്പോൾ ആ ഗ്യാങ്ങിൻ്റെ ലീഡറാണ് കേട്ടോ ഇത്. ലിയോ എന്നാണ് പേര്, ലിയോ ദാസ് എന്ന് വിളിക്കപ്പെടുന്ന ലിയോ. ഇനിയും ഒരുപാട് പേരുണ്ട്, ഞാൻ വഴിയെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അവിടെ വീട്ടിൽ അച്ഛനും ചേട്ടനും അല്ലാണ്ട് ചേട്ടൻ്റെ അമ്മയും അച്ഛനും ഉണ്ട് കേട്ടോ. അവരുടെ വീടിൻ്റെ പുറകിലായിട്ട് വയലും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ, ഒന്നും കാണാൻ പറ്റിയില്ല, മഴ ചതിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ കിട്ടിയ സമയം മൊത്തം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്തു. കുറേ പേര് സംസാരിച്ചും കളിച്ചും ഫോട്ടോസ് എടുത്തും ഒക്കെ. അവൾ ഹാപ്പി ആയിരുന്നത് കണ്ടപ്പോൾ എനിക്കും നല്ല സന്തോഷമായി. ഇത് അച്ചു പാചകം ചെയ്യുന്ന അടുക്കളയാണെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് കേട്ടിട്ട് അവൾക്ക് പോലും സഹിച്ചിട്ടില്ല. എന്തായാലും അച്ഛൻ വൈകുന്നേരമായപ്പോൾ പുറത്തു പോയി നല്ല പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായി. ഞാൻ അച്ചു ചായ ഇട്ട് തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിട്ടോ. അവരുടെ വീടിനടുത്തായിട്ട് ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. അവരിങ്ങനെ മീൻ വളർത്തുന്ന കുളം, അതൊക്കെ കണ്ടു. കുറച്ച് നേരം അച്ചുവിന് റുവാടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തു നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുവാണ് കേട്ടോ. ഇതാണ് കേട്ടോ അച്ചുവിൻ്റെ ഹസ്ബൻഡ് അബിൻ ചേട്ടൻ. പിന്നെ അച്ചു എന്നെ വീട് മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കാണിച്ചു. അമ്മ അപ്പോൾ വലിയ കാര്യമായ പണിയിലാണ്. റുവാക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മയോടൊരു പ്രത്യേക ഇഷ്ടം വന്നു. അമ്മയുടെ അടുത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ എന്നായി. ഇതാണ് അവിടുത്തെ അടുത്ത ആള്, പേര് പൂപ്പി എന്നാണ്. ഇവൾക്ക് 10 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിനൊക്കെ ചെറിയ കാഴ്ചക്കുറവുണ്ട്. അവിടെ പോയിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഒരുപാട് നേരം സംസാരിച്ചു. അങ്ങനെ ഫസ്റ്റത്തെ മീറ്റിൽ തന്നെ അബിൻചേട്ടനും കാക്കായും തമ്മിൽ നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നേ. ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ മീറ്റിൽ ഞാനും അച്ചും ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.